നടപ്പിലാകാൻ കഴിയില്ല എന്ന് ചിന്തിച്ച പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പദ്ധതികളൊക്കെ സംസ്ഥാന സർക്കാർ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അതിന് ഒഴുക്കിക്കൊടുത്തു, അതിനുള്ള അവസരമൊരുക്കി. പക്ഷേ പാലാ നിസ്സംഗതയായി നിൽക്കുന്ന ഈ പാലായെ, ആ പാല തന്നെ വേണോ, പുതിയൊരു പാല വേണോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. വെല്ലുവിളിയൊക്കെ നേരിടാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഞാനിവിടെ നിൽക്കുന്നത് ഇവിടെയുള്ള ജനതയെ, അവർക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം നടത്തുന്നത്. പാലയുടെ സുവർണകാലം തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചുരുക്കുന്നു സ്നേഹിതരെ, ഞാൻ ഒറ്റയ്ക്കല്ല. നമ്മൾ ഒരുമിച്ചാണ് പാലായെ തിരിച്ചു പിടിക്കുവാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ചാണ് പാലായുടെ സുവർണകാലം നമ്മൾ വീണ്ടെടുക്കുവാൻ പോകുന്നത്. ആ ദൗത്യത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നീങ്ങാം. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. നമ്മൾ ഒരുമിച്ച് നീങ്ങുമ്പോൾ നമ്മൾക്ക് ആ ഏപ്രിൽ 9 ആ പ്രധാനപ്പെട്ട ദിവസം പാലായെ നമ്മൾ തിരിച്ചു പിടിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടുനിന്ന് നിങ്ങൾക്കെല്ലാവർക്കും, നല്ലവരായ നാട്ടുകാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നേർന്നുകൊണ്ട്